ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മളൊരു ഹോം ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളെ വീടാണ് ഇട്ടത്, നമ്മളെ സ്വന്തം വീടാണ്. ഇവിടെ എൻ്റെ ഉമ്മയും ഉമ്മമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട് എന്താ പറയുക, ആരും കണ്ടിട്ടില്ല. ഇവിടുന്ന് പല വീഡിയോസ് എടുത്തേക്കണ്, പക്ഷെ വീടിൻ്റെ ഉള്ളും അതുപോലെ വീടിൻ്റെ അവസ്ഥകളൊന്നും ആർക്കും ശരിക്കും അറിയില്ല, ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളെ ഈ വീടാണ് നമ്മൾ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരി. ഇവിടെ എൻ്റെ ഇമ്മയും ഇമ്മമ്മയുണ്ട്, അതായത് ഉമ്മാൻ്റെ അമ്മ. ഇമ്മയും വല്യമ്മയും മാത്രമാണ് ഇവിടെ ഉള്ളത്, വേറെ ആരുമില്ല. ഇപ്പം ഞാനും അനിയത്തിയും കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഉമ്മ എന്നും ജോലിക്ക് പോണ ആളാണ്. ഉമ്മ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളൂ. വല്യമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാകല്. അപ്പോൾ ഞാനിവിടെ ജോലിക്ക് പോകുമ്പോൾ ഇതിൽ റോട്ടിൽ കൂടെയാണ് പോവുക. അപ്പം ഉമ്മമാനെ കാണും, വർത്താനം പറയും. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീട് എങ്ങനെയാണെന്ന് കാണട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നമ്മൾ ജനിച്ച് വളർന്ന വീടാവുമ്പോൾ നമ്മൾ എത്ര കല്യാണം കഴിഞ്ഞ് വേറെ പോയാലും നമുക്ക് അത് എന്നൊരു ഓർമ്മയാവില്ലേ. അവിടെ എപ്പോഴും വരാനും നിൽക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടാവില്ലേ. അപ്പം നമുക്ക് വീടൊന്ന് കാണാം. അതാ ആ റോട്ടിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ വരിക. ആ റോഡിൻ്റെ ആ തലക്കാണ് നമ്മളെ കുഞ്ഞു സ്വർഗം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മളെ എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. ഇപ്പോൾ അവിടെ എൻ്റെ അനിയത്തിയും കുട്ടികളും ഹസ്ബൻഡും അനിയത്തിൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാംഗ്ലൂർക്കാരൻ ഇളച്ചനാണ് കേട്ടോ. എന്താ പറയുക, കർണാടക. ഇസ്മായിൽ ഓരേ മലയാളം അറിയില്ല. കൊല്ലം കുറേ വന്നിട്ട് ഒരു മലയാളം പഠിക്കേണ്ട ഒരു കൂട്ടം ഈ ചങ്ങായിക്കില്ല മക്കളെ. നമ്മളെ അകം കാണട്ടോ വീടിന്റെ. വന്നു, ഇതാണ് നമ്മുടെ ഹാള് എന്ന് പറയുന്നത്. ഉമ്മാന്റെ വീടിന്റെ ഹാളാണ് ഇട്ടത്. പിന്നെ ഇത് ഉമ്മ പണിയെടുത്ത് കുഴങ്ങി വന്നിരിക്കുകയാണ് ഇവിടെ. അപ്പൊ അത് വലിയ സുഖല്ല. ഉമ്മ ഇവിടെ കിടക്കേനി. അപ്പൊ ഞാൻ കുഴങ്ങിയിട്ട് എന്റെ വീഡിയോ എടുക്കലെന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മ രാവിലെ പണിക്ക് പോയതല്ലേ, അപ്പൊ വന്നിട്ടുള്ളൂ. പിന്നെ ഇത് ഉമ്മമ്മയാണ്. അതാ ഞാൻ കണ്ടു കാണില്ല. അപ്പൊ അതെന്റെ ഉമ്മമ്മയാണ്. അപ്പൊ താലിയങ്കുണ്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, ഞങ്ങളെ അമ്മ ഇല്ല അവിടെ, ഞങ്ങളെ അമ്മ അവിടെ അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ടോ. അപ്പൊ എന്റെ അമ്മമ്മയാണ് ഇട്ടത്. ഉമ്മമാക്ക് വീഡിയോ എടുക്കണമെന്ന് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചുകാണ്ട് നിങ്ങൾ വീഡിയോയിൽ വരികയെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഹാളും കണ്ടു. ഈ ഹാള് ചെറിയ ഹാളാണ്. ഇമ്മാനെയും കണ്ടു, ഇമ്മാനെയും കണ്ടു. ഇമ്മാനെ ഒക്കെ നിങ്ങള് കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഹോം ടൂർ അല്ലേ, അപ്പൊ ഉമ്മമാരെയും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇനി ഇതൊരു റൂമാണ്. ഇത് എന്റെ അമ്മമ്മ അടക്കുന്ന റൂമാണ് കേട്ടോ. വരും, അമ്മമ്മ അടക്കുന്ന റൂമാണ്. അപ്പൊ ഇവിടെ 2 കട്ടിലുണ്ട്. ഇത് ചെറിയ കട്ടില്, കാരണം അമ്മമ്മക്ക് സുഖമില്ലാതെ ആകുകയാണെങ്കിൽ അടുത്തൊരാൾ കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് ഇവിടെ കിടക്കുക. ഇമ്മമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ കിടക്കുക. ഇതാണ് ഇമ്മമ്മാന്റെ കട്ടില് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ റൂമാണ്. ഇപ്പോ എന്താ പറയാ, ഇമ്മയും ഇമ്മമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് പിന്നെ പണ്ടത്തെ അലമാര, കുറേ വർഷങ്ങൾ പഴക്കമുള്ള, ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നുള്ള ഒരു അലമാരയാണ് ഇട്ടത് ഇത്. പിന്നെ ഇതൊരു പാകത്തെ റൂം. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഇനി വേറെ റൂമാണ് ഇട്ടത്. 2 റൂമാണ് ആണുള്ളത്. ഒരു റൂമാണിത്. ഇതാണ്, ഇത് ഉമ്മാന്റെ റൂമാണ് കേട്ടോ. ഇതാണ് ഉമ്മാന്റെ ബെഡ്റൂം പറയുന്നത്. ഇവിടെ അമ്മയും കിടക്കും, അവിടെ അമ്മമ്മയും കിടക്കും. പിന്നെ ഇത് ഉമ്മാന്റെ ഇതും കണ്ടോ, പഴയ ഒരു അലമാര. ഇതൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ നമുക്ക് പുതിയത് വാങ്ങായിട്ടാണ്. ഇതൊക്കെ ഉമ്മാന്റെ ഡ്രസ്സാണ്. ഇതൊക്കെ എന്റെ ഉമ്മാന്റെ ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കാണുന്നത് മുഴുവനും ഉമ്മാന്റെ ഡ്രസ്സാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ഇതുണ്ട്, സാധനങ്ങളൊക്കെ വെക്കണ അൽമാറുണ്ട് കേട്ടോ. അപ്പൊ അതിങ്ങനെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പൊ അത് കോണിപ്പടി മുകളിലേക്ക് റൂമൊന്നുമില്ല, ടെറസിന്റെ മുകളിൽ
അമ്മ പച്ചക്കറിയൊക്കെ നടലുണ്ട്, മുരിങ്ങ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നടലുണ്ട് കേട്ടോ. അത് മേലെയാണ്. അപ്പോൾ ഇതാണ് കിച്ചൺ. ഇനി നമ്മുടെ കിച്ചണ് കാണട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ അറിയുന്നത്. ഇത് കിച്ചണിൽ ഈ കസേര ഇമ്മമ്മ അതിലാണ് ചോറുന്നാലിരിക്കുക. മമ്മ കസാരയിൽ ഇരുന്ന് ഇവിടെ വെച്ചിട്ടാണ് കഴിക്കട്ടോ. ഇനി ഇതാണ് അടുക്കള. അടുക്കള അറിയുന്നത് ഇതാണ്. ഇത് പുക പോകുന്ന അടുപ്പുണ്ടല്ലോ, ഇവിടെ ബൾബില്ലേ? ഇവിടെ ഇല്ലേ ഉണ്ട്? എവിടെ അത് പോയിട്ടാ? അനിയത്തിന്റെ മോളാണ്. കത്തിയോ? വേറെ ഇട്ടിട്ടാ? ആ കത്തി കത്തി. ഇതാണ് കിച്ചണ്. വിറകടുപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ അമ്മ ഉണ്ടാക്കലില്ല, അമ്മ പുറത്ത് വിറകടുപ്പിലുണ്ടാക്കുക. പിന്നെ ഇതാണ് ഗ്യാസ്. ഇതെന്താണ്? ഇതാ നല്ല ചിക്കൻ കറിയോ എന്തൊക്കെയാണ് കേട്ടോ ഇവിടെ അമ്മ ഉണ്ടാക്കി വെച്ചത്. ഉണ്ടാക്കണം. ഇത് ഉമ്മാൻ്റെ ഒരു അടുക്കള. അപ്പോൾ ഇത് ഗ്യാസ് അടുപ്പാണ്. ഇനി പുറത്തുണ്ട് വിറകടുപ്പ്. വിറകടുപ്പ് കഴിച്ചു തരാം കേട്ടോ. ഇത് വീതാന എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ അതൊക്കെ? വീട്ടിലുണ്ടാവുക തന്നെയാണ്. ഇനി പിന്നെ പുറത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് പുറത്ത് പോയേക്കാം. അതിലൊന്ന് പുറത്തേക്ക് പോയേക്കട്ടോ. ഇതാണ് പുറത്തത്തെ വിറകടുപ്പ്. ഇവിടെ ചെറിയൊരു അടുപ്പുണ്ട്. ഇതാണ് വിറകടുപ്പ്. ഇവിടെയാണ് ഇമ്മ ശരിക്കും കുക്കിങ് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക. ഗ്യാസുമ്മേ വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഈ ഭാഗത്തൊക്കെ അവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടതാണ്. പിന്നെ ഇവിടെ കുറേ കോഴികളുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഒക്കെ മല കോഴികളാണ് അതിലെ. അപ്പൊ ഇതാണ് ഇവിടെ ഉമ്മാക്കും തന്നെ ഒരൊറ്റ അടുപ്പ് മാത്രമേ ഉള്ളൂ. വിറക് കത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പാചകം ചെയ്യല്. അപ്പോൾ എൻ്റെ വീടാണിത്. എൻ്റെ സ്വന്തം വീടാണ്. ഇവിടെ ഉമ്മയും മമ്മിയും മാത്രമേ ഉള്ളൂ. ഇപ്പല്ല ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ? ഉമ്മമ്മ ഇന്ന് കുറച്ച് കൂടുതലാണ്. ചില ദിവസം അങ്ങനെയാണ്. ഭയങ്കര സ്നേഹമാണ്. ഇവിടെ എന്നെ ഭയങ്കര കാര്യമാണ്. എല്ലാ മക്കളിലേറെ ഇഷ്ടം ഇന്നെയാണ് ഉമ്മമ്മക്ക്. പിന്നെ പാവാണ്. പിന്നെ വയസ്സായതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്വന്തം വീട്. ഞാൻ ജനിച്ച് വളർന്ന വീടാണിത്. അപ്പോൾ എൻ്റെ താമസിക്കണ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും എൻ്റെ ഉമ്മാനെയും ഉമ്മമാനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്നും വന്ന് കാണാം. അത് എനിക്കൊരു ഭാഗ്യമാണ്. കുറേ ദൂരത്തേക്കാണ് കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റൂലായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്നും എൻ്റെ ഉമ്മാനെയും ഉമ്മമാനെയും കാണാം. അതിനുള്ള ഭാഗ്യം ഉണ്ട് എനിക്ക്. അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ്. എന്നും അവനവൻ്റെ ഉമ്മാനെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ കാണാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഉമ്മമാനെ കേട്ടോ. ഉമ്മമാനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ഉമ്മമ്മേനെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അതൊന്നും എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മമാനെയും ഉമ്മാനെയും എൻ്റെ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോയും കൊണ്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു നിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ ഹോം ടൂർ ആയിട്ട് ഈ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ ടോയ്ലറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് എല്ലാവർക്കും ടാറ്റ.